وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ قَالَ أَأَسْجُدُ لِمَنْ خَلَقْتَ طِينًا. ഓർക്കുവിൻ, നാം മലക്കുകളോട് ആദമിന് പ്രണമിക്കുവിൻ എന്ന് കൽപ്പിച്ചപ്പോൾ അവരൊക്കെയും പ്രണമിച്ചു, ഇബ്ലീസ് ഒഴിച്ച്. അവൻ ചോദിച്ചു, നീ മണ്ണുകൊണ്ടുണ്ടാക്കിയവനെ ഞാൻ പ്രണമിക്കുകയോ? قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا. പിന്നെ അവൻ പറഞ്ഞു, നീ എന്നേക്കാൾ ശ്രേഷ്ഠനാക്കിയ ഇവൻ അതിനർഹൻ തന്നെയാണോ? നീ എനിക്ക് പുനരുത്ഥാന നാൾ വരെ അവസരം തരികയാണെങ്കിൽ അവന്റെ വംശത്തെ മുഴുവൻ ആ പദവിയിൽ നിന്ന് ഞാൻ പിഴുതെറിയുക തന്നെ ചെയ്യും. തുച്ഛമാളുകൾക്ക് മാത്രമേ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. പിഴുതെറിയുമെന്ന് പറഞ്ഞാൽ അവരുടെ പാദങ്ങൾ രക്ഷാമാർഗത്തിൽ നിന്ന് പിഴുതെറിയുമെന്ന് സാരം. ഒരു സാധനത്തെ വേരോടുകൂടി പിഴുതെറിയുന്നതിനാണ് ഇഖ്തനക എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യന്റെ യഥാർത്ഥ സ്ഥാനം ദൈവിക പ്രാതിനിധ്യമാണ്. അനുസരണത്തിൽ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുക എന്നത് അതിന്റെ താൽപര്യവും. അതിനാൽ ഈ സ്ഥാനത്ത് നിന്ന് അവൻ വ്യതിചലിക്കുന്നത് ഒരു മരം അതിന്റെ വേരോടുകൂടി പിഴുതെറിയുന്ന പോലെ തന്നെയാണ്. قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا. അല്ലാഹു അരുളി, ശരി, നീ പോയിക്കൊള്ളുക. അവരിൽ വല്ലവരും നിന്നെ പിന്തുടരുകയാണെങ്കിൽ നിന്നോടൊപ്പം അവർക്കൊക്കെയും നരകം മതിയായ പ്രതിഫലം തന്നെയാകുന്നു. واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. നിന്റെ ബോധനത്താൽ വഴി പിഴപ്പിക്കാവുന്നവരെയൊക്കെ നീ പിഴപ്പിച്ചുകൊള്ളുക. നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും അവരുടെ നേരെ തിരിച്ചുവിട്ടുകൊള്ളുക. സമ്പത്തിലും സന്താനങ്ങളിലും അവരൊന്നിച്ചു കൂട്ടുചേർന്നുകൊള്ളുക. അവരെ വാഗ്ദാനങ്ങളുടെ മോഹവലയത്തിൽ കുടുക്കിക്കൊള്ളുക. ചെകുത്താന്റെ വാഗ്ദാനം വഞ്ചനയല്ലാതൊന്നുമല്ല. ഇവിടെ ഉപയോഗിച്ച ഇസ്തിഫ്സാസ് എന്ന പദത്തിന് ബലഹീനമാക്കുക എന്നാണ് അർത്ഥം. അതായത് ദുർബലരും അശക്തരുമായി കാണുന്നത് ആരെയാണോ അവരെ വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ അവരുടെ പാദങ്ങൾ വ്യതിചലിപ്പിക്കുക. കുതിരപ്പടയും കാലാൾപ്പടയുമൊക്കെയായി ഒരു ഗ്രാമത്തെ കടന്നാക്രമിക്കുകയും ഇവിടെ തകർക്കൂ, അത് കൊള്ളയടിക്കൂ, ഇത് കവർന്നെടുക്കൂ എന്നിങ്ങനെ ഭടന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു കൊള്ളത്തലവനോടാണ് ഈ സൂക്തം പിശാചിനെ ഉപമിച്ചിരിക്കുന്നത്. പിശാചിന്റെ കുതിരപ്പടയും കാലാൾപ്പടയും കൊണ്ടുദ്ദേശിക്കുന്നത് വിവിധ രൂപത്തിൽ പിശാചിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ജിന്നുകളുമാണ്. സമ്പത്തിലും സന്താനങ്ങളിലും അവരൊന്നിച്ച് കൂട്ടുചേർന്നു കൊള്ളുക എന്നത് വളരെ അർത്ഥഗർഭമായ ഒരു വാക്യമാണ്. പിശാചും അവന്റെ അനുയായികളും തമ്മിലുള്ള ബന്ധം ഇതിൽ സമഗ്രമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ധനം സമ്പാദിക്കുന്നതിലും ചിലവഴിക്കുന്നതിലും പിശാചിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവൻ ഒരാവശ്യവുമില്ലാതെ പിശാചിനെ തന്റെ പങ്കാളിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അധ്വാനത്തിൽ അവന് ഒരു പങ്കുമില്ല. തെറ്റിലോ കുറ്റത്തിലോ ദുർവൃത്തിയുടെ ദുഷ്ഫലത്തിലോ അവൻ പങ്കുചേരുന്നില്ല. എന്നിട്ടും ഈ വിഡ്ഢി തന്റെ എല്ലാ ഇടപാടുകളിലും കൂടുതൽ പങ്ക് ഇവനാണുള്ളതെന്ന നിലയിൽ അവന്റെ കൽപ്പനകൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നു. ഇതേപോലെ മനുഷ്യന്റെ സന്താനങ്ങൾ അവന്റേതു മാത്രമാണ്. അതുപോലെ അവരെ പോറ്റി വളർത്തുന്നതിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ സ്വന്തമാണ് അനുഭവിക്കുന്നത്. പക്ഷെ ഈ സന്താനങ്ങളുടെ പിതാവ് അവൻ മാത്രമല്ല, മറിച്ച് പിശാചിന് കൂടി അവരുടെ പിതൃത്വത്തിൽ പങ്കുണ്ട് എന്ന വിധത്തിലാണ് അവൻ പിശാചിന്റെ നിർദ്ദേശമനുസരിച്ച് അവരെ തെറ്റായ മാർഗത്തിലും അധാർമികതയിലും വളർത്തിക്കൊണ്ടുവരുന്നത്. അവരെ വാഗ്ദാനങ്ങളുടെ മോഹവലയത്തിൽ കുടുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യമിതാണ്.
അവന് തെറ്റായ പ്രതീക്ഷകളുണ്ടാക്കുക, തെറ്റായ പ്രതീക്ഷകളിലൂടെ അപകടത്തിൽ ചാടിക്കുക, കള്ള വാഗ്ദാനങ്ങൾ നൽകുക. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. എന്നാൽ എന്റെ യഥാർത്ഥ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ലഭിക്കുന്നതല്ല. ഭരമേൽപ്പിക്കാൻ നിന്റെ നാഥൻ തന്നെ മതി. ഇതിന് രണ്ടുദ്ദേശ്യമാണുള്ളത്. രണ്ടും അതതിന്റെ സ്ഥാനത്ത് ശരി തന്നെ. ഒന്നിതാണ്, എന്റെ അടിമകളെ, അതായത് മനുഷ്യരെ നിർബന്ധിച്ച് നിന്റെ മാർഗത്തിലേക്ക് വലിച്ചുകൊണ്ടുവരാനുള്ള അധികാരമൊന്നും തനിക്കില്ല. വഴി പിഴപ്പിക്കുക, വ്യതിചലിപ്പിക്കുക, തെറ്റായ ഉപദേശങ്ങൾ നൽകുക, കള്ള വാഗ്ദാനങ്ങൾ നൽകുക തുടങ്ങിയവ മാത്രം നിനക്ക് ചെയ്യാം. പക്ഷെ നിന്റെ വാക്കുകൾ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും ഈ അടിമകളുടെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. അവർ നിന്റെ മാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവരുടെ കൈ പിടിച്ച് നിർബന്ധിച്ച് അവരെ തെറ്റായ മാർഗത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള അധികാരമൊന്നും അവരുടെ മേൽ നിനക്കില്ല. രണ്ടാമത്തെ ഉദ്ദേശ്യം ഇതാണ്, എന്റെ പ്രത്യേക ദാസന്മാരുടെ അഥവാ സദ്വൃത്തന്മാരുടെ മേൽ നിന്റെ അധികാരമൊന്നും നടക്കുകയില്ല. അശക്തന്മാരും നിശ്ചയദാർഢ്യമില്ലാത്തവരുമായ ആളുകൾ നിന്റെ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാവുമെന്നത് ശരി തന്നെ. പക്ഷേ എന്റെ അടിമത്തത്തിൽ അടിയുറച്ചവരെ സ്വാധീനിക്കാൻ നിനക്കൊരിക്കലും സാധ്യമല്ല. ആർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അവന്റെ മാർഗദർശനത്തെയും തൗഫീഖിനെയും സഹായത്തെയും അവലംബമാക്കുകയും ചെയ്യുന്നുവോ, അവരുടെ അവലംബം ഒരിക്കലും അബദ്ധത്തിലായി പോകുന്നില്ല. മറ്റൊരു സഹായം അവനാവശ്യമായി വരികയുമില്ല. അവന് മാർഗദർശനം ചെയ്യാൻ അള്ളാഹു മതിയാകും. അവനെ സഹായിക്കാനും അള്ളാഹു തന്നെ മതി. മറിച്ച് തന്റെ ശക്തിയെയോ അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ശക്തികളെയോ ആണ് ആരെങ്കിലും അവലംബമാക്കുന്നതെന്ന് കരുതുക. എങ്കിൽ ഈ പരീക്ഷണത്തെ വിജയകരമായി തരണം ചെയ്യാൻ അവന് സാധ്യമാവുകയില്ല. ربكم الذي يزجي لكم الفلك في البحر لتبتغوا من فضله إنه كان بكم رحيما. നിങ്ങളുടെ യഥാർത്ഥ റബ്ബ് അവന്റെ അനുഗ്രഹങ്ങൾ തേടി പിടിക്കുന്നതിനു വേണ്ടി സമുദ്രത്തിൽ നിങ്ങളുടെ കപ്പലുകൾ ചലിപ്പിക്കുന്നവനാകുന്നു. സത്യത്തിൽ അവൻ നിങ്ങളോട് അത്യന്തം കരുണയുള്ളവനാകുന്നു. ഈ വിവരണ ശൃംഖലയോട് ഇതിനുള്ള ബന്ധം മനസ്സിലാവുന്നതിന് ഈ ഖണ്ഡികയുടെ ആദ്യ ഭാഗത്തുള്ള വിഷയങ്ങളിലേക്ക് ഒന്നുകൂടി കണ്ണോടിക്കുക. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നു, സൃഷ്ടിയുടെ ആദ്യ ദിനം മുതലേ മനുഷ്യനെ വ്യാമോഹിപ്പിക്കുകയും കള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും അള്ളാഹു നൽകിയ മഹത്വത്തിന് മനുഷ്യൻ അർഹനല്ലെന്ന് സ്ഥാപിക്കുകയും ചെയ്യാൻ പിശാച് അവന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഈ ആപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അതിതാണ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിന്റെ അടിമത്തത്തിൽ പാദമുറപ്പിക്കുക, സഹായത്തിനും രക്ഷയ്ക്കും വേണ്ടി അവനിലേക്ക് മാത്രം തിരിയുക, അവനെ തന്റെ സർവ്വ അവലംബമാക്കുക. ഇതല്ലാത്ത മറ്റേതൊരു മാർഗം മനുഷ്യൻ സ്വീകരിച്ചാലും പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം സ്വയം വ്യക്തമാകുന്നുണ്ട്. അതായത്, ആർ തൗഹീദിന്റെ പ്രബോധനം നിരാകരിക്കുകയും ഷിർക്കിൽ ശഠിച്ചു നിൽക്കുകയും ചെയ്യുന്നുവോ അവർ യഥാർത്ഥത്തിൽ സ്വയം തന്നെ തങ്ങളുടെ നാശത്തിന് വഴിയൊരുക്കുകയാണ്. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തൗഹീദിനെ സ്ഥിരപ്പെടുത്തുകയും ഷിർക്കിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത്. അള്ളാഹു തന്റെ അനുഗ്രഹങ്ങൾ തേടിപ്പിടിക്കുന്നതിനു വേണ്ടി സമുദ്രത്തിൽ നിങ്ങളുടെ കപ്പലുകൾ ചലിപ്പിക്കുന്നവനാകുന്നു എന്നാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത്, സമുദ്രയാത്ര കൊണ്ട് നേടാൻ സാധിക്കുന്ന സാമ്പത്തികവും നാഗരികവും വൈജ്ഞാനികവും ബുദ്ധിപരവുമായ എല്ലാ പ്രയോജനങ്ങളും സ്വായത്തമാക്കാൻ ശ്രമിക്കുക. وَإِذَا مَسَّكُمُ الضُّرُّ فِي الْبَحْرِ ضَلَّ مَن تَدْعُونَ إِلَّا إِيَّاهُ فَلَمَّا نَجَّاكُمْ إِلَى الْبَرِّ أَعْرَضْتُمْ وَكَانَ الْإِنسَانُ كَفُورًا. സമുദ്രത്തിൽ ആപത്തണയുമ്പോൾ അവനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയും നിങ്ങളെ കൈവിട്ട് അപ്രത്യക്ഷരാകുന്നു. എന്നാൽ അവൻ നിങ്ങളെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അപ്പോൾ നിങ്ങൾ അവനിൽ നിന്ന് തിരിഞ്ഞുകളയുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ മഹാനന്ദി കെട്ടവൻ തന്നെ. നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതി ഒരേയൊരു ദൈവത്തെ കൂടാതെ മറ്റൊരു രക്ഷിതാവിനെ അറിയുകയില്ല.
ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ യഥാർത്ഥത്തിൽ അധികാരവും അവകാശവുമുള്ളവൻ അവൻ മാത്രമാണെന്ന ബോധം നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ കുടികൊള്ളുന്നുണ്ട്. ഇതിന്റെ തെളിവാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സഹായം ലഭിക്കേണ്ട സന്ദർഭത്തിൽ അല്ലാഹു അല്ലാത്ത ഒരു സഹായിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? കൂടുതൽ വിശദീകരണത്തിന് സൂറ യൂനുസ് 22 സൂക്തത്തിന്റെ വിശദീകരണം കേൾക്കുക. أفأمنتم أن يخسف بكم جانب البر أو يرسل عليكم حاصبا ثم لا تجدوا لكم وكيلا. അവൻ എപ്പോഴെങ്കിലും നിങ്ങളെ കരയിൽ തന്നെ ആഴ്ത്തിക്കളയുകയോ നിങ്ങൾക്ക് മീതെ കല്ലുകൾ വർഷിക്കുന്ന കൊടുങ്കാറ്റയക്കുകയോ ചെയ്യുകയും എന്നിട്ട് അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രക്ഷകനെയും കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ തികച്ചും നിർഭയരാണോ? أم أمنتم أن يعيدكم فيه تارة أخرى فيرسل عليكم قاصفا من الريح فيغرقكم بما كفرتم ثم لا تجدوا لكم علينا به تبيعا. അതുമല്ലെങ്കിൽ അവൻ വീണ്ടുമൊരിക്കൽ നിങ്ങളെ സമുദ്രത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും നന്ദികേട് കാണിച്ചതിന് ശിക്ഷയായി കൊടുങ്കാറ്റയച്ച് നിങ്ങളെ മുക്കിക്കളയുകയും ആ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിവുള്ള ആരെയും കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിർഭയരാണോ? وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ആദം സന്തതികൾക്ക് നാം മഹത്വമേകി എന്നതും നമ്മുടെ കാരുണ്യമാകുന്നു. അവർക്ക് നാം കടലിലും കരയിലും വാഹനങ്ങൾ നൽകി, ഉത്തമ പദാർത്ഥങ്ങൾ ആഹാരമായി നൽകി. നാം സൃഷ്ടിച്ച നിരവധി സൃഷ്ടികളേക്കാൾ പ്രകടമായ ഔന്നത്യമരുളുകയും ചെയ്തു. മനുഷ്യ സമുദായത്തിന് ഭൂമിയിലും അതിലെ വസ്തുക്കളിലുമുള്ള അധികാരം ജിന്നുകളോ മലക്കുകളോ ഗ്രഹങ്ങളോ നൽകിയതല്ല എന്നുള്ളത് തുറന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ അധികാരം ഏതെങ്കിലും വലിയോ നബിയോ തന്റെ വർഗത്തിന് നൽകിയതുമല്ല, മറിച്ച് നിസ്സംശയം അല്ലാഹുവിന്റെ ഔദാര്യവും ദാനവുമാണിത്. എന്നിരിക്കെ മനുഷ്യൻ ഈ പദവി കരസ്ഥമാക്കിയിട്ട് അല്ലാഹുവിന് പകരം അവന്റെ സൃഷ്ടികളുടെ മുമ്പിൽ തലകുനിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തവും അവിവേകവും മറ്റെന്താണുള്ളത്? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا